ഹൈ ട്രേഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാൻഡിൽ സ്റ്റിക്സ് ബൈബിളിലെ സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്ര വിന്നിങ് റിസൾട്ട് വരുന്നുണ്ട്, എത്ര ലോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്കൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ അനലൈസ് ചെയ്യാൻ പോകുന്നത് വീക്ക്, ഡേ, 4 അവർ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, കാൻഡിൽ സ്റ്റിക്സ് ബൈബിളിൽ പറയുന്ന രണ്ട് ഇൻഡിക്കേറ്റർ കോൺഫ്ലുവൻസും കൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇതിനു മുന്നുള്ള വീഡിയോസ് ഒന്നും കാണാത്തവർ കാണുക, കാൻഡിൽസ്റ്റിക്സ് ബൈബിൾ വായിക്കുക. എന്നിട്ട് ഈ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് യൂറോ USD പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം പെയറുകളിൽ നമുക്ക് ചെയ്യാം. കാരണം കോൺഫിഡൻസ് ആണ്, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ സ്ട്രാറ്റജി നമ്മൾ ചെയ്ത് എന്താ പറയാ, കുറെ സ്ട്രാറ്റജി ഉണ്ടായിട്ട് കാര്യമില്ല. ഒന്നോ രണ്ടോ സ്ട്രാറ്റജി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി നമുക്ക് മാസ്റ്റർ ചെയ്തിട്ട് ഒരു ഒരു ലിമിറ്റഡ് പേയേഴ്സ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിൽ തന്നെ നിങ്ങൾ ചെയ്ത് ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് വരുത്തുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൂസിങ് സ്ട്രീക്ക് വന്നു. ഇപ്പോ എക്സാമ്പിൾ നമ്മളൊരു 10 ട്രേഡ് എടുത്തതിൽ ഒരു 7 8 ട്രേഡ് ഒക്കെ ഫസ്റ്റ് തന്നെ ഒരൊറ്റ വിന്ന് പോലും ഇല്ലാതൊക്കെ ലോസ് ആവാം. അപ്പൊ എനിക്കൊക്കെ അങ്ങനെ ലോസ് വരാറുള്ള ആളാണ്, മനസ്സിലായോ? എനിക്ക് മാത്രമല്ല, എല്ലാ ട്രേഡേഴ്സിനും, പ്രൊഫഷണൽ ട്രേഡേഴ്സിനും എന്താ പറയാ ഒരു 8 ട്രേഡ് ഒക്കെ അടുപ്പിച്ചൊക്കെ ലോസ് വരുന്നതൊക്കെ നോർമലാണ്. പക്ഷെ ഇത് ബിഗിനേഴ്സ് ആയതുകൊണ്ടും പിന്നെ എന്താ പറയാ എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരും പ്രോഫിറ്റബിൾ ആവാത്ത ആൾക്കാർക്കൊക്കെ ഈ 8 ലോസ് എന്നൊക്കെ വരുമ്പോൾ അവർ വിചാരിക്കുന്നു നമ്മുടെ സ്ട്രാറ്റജിക്ക് എന്തോ കുഴപ്പമുണ്ട്, സ്ട്രാറ്റജി പൊളിച്ചു പണിയണം, സ്ട്രാറ്റജി മാറ്റണം, വേറെ കോഴ്സ് എടുക്കണം ഇതൊക്കെ എല്ലാവർക്കും വരുന്ന തോട്ട്സ് ആണ്. അപ്പോൾ അതൊന്നുമില്ല. അപ്പോ 8 ലോസ് അല്ലെങ്കിൽ 9 ലോസ്, അവിടെ 10 ലോസ് വന്നോട്ടെ, കുഴപ്പമില്ല. അതിനെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ എന്താ പറയാ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ ലൂസിങ് സ്ട്രീക്ക് മാറിയിട്ട് നമുക്ക് വിന്നിങ് സ്ട്രീക്ക് വരും. അറിയാലോ, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊബാബിലിറ്റി ആണ്. അപ്പോൾ നമ്മളത് എന്താ പറയാ കറക്റ്റ് ആയിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രാറ്റജിയിൽ കോൺഫിഡൻസ് ആയിട്ട് നിന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന അതേ ട്രേഡിലുള്ള കോൺഫിഡൻസ് ലാസ്റ്റ് 8ാമത്തെ ട്രേഡ് ലോസ് ആയാൽ കൂടി നമ്മൾ അതേ കോൺഫിഡൻസിൽ ട്രേഡ് എടുത്താലാണ് ഈ പരിപാടി നടക്കുള്ളൂ ഗൈസ്. അപ്പോ വർത്തമാനം നിർത്തിയിട്ട് നമുക്ക് ഇനി എന്താ പറയാ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, യൂറോ USD ടെസ്റ്റ് ചെയ്യാം ഗൈസ്. 4 അവർ, ഡേ, വീക്ക്. ഓക്കെ, ഈ 3 ടൈം ഫ്രെയിമിലാണ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. 4 അവറിൽ, വീക്കിലും ഡേ ആണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റന്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ എൻട്രിക്ക് മാത്രം 4 അവറിൽ നോക്കുന്നു. ഓക്കെ, അപ്പോ ക്യാമറ ഓഫ് ചെയ്യാം ഗൈസ്. അല്ലെ, ക്യാമറ കിടന്നോട്ടെ. അല്ല, വേണ്ട, ക്യാമറ ഓഫ് ചെയ്യാം. വീക്ക്ലി ടൈം ഫ്രെയിം ആണ്. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് പിന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ ചെയ്യാം. നമുക്ക് കുറച്ചധികം പെയറുകളിൽ നോക്കാം ഇത്. ഓക്കെ, ഡാറ്റ വരുന്നില്ല. ഇത്ര ഡാറ്റ ഉള്ളൂ. നമുക്ക് മാർക്കറ്റ് ഇപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് വീക്കിലി മാർക്കറ്റ്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. മാർക്കറ്റ് എന്താണ് ഗൈസ്, മാർക്കറ്റ് ഒരു ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു അപ് ട്രെൻഡ് ആയിരുന്നു അല്ലെ? മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് ഒരു പാറ്റേൺ വന്നു അല്ലെ? ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഈ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇത് അറിയുന്നവർക്ക് അറിയാം, ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് കൺഫേം ആയിട്ട് ഇത് റിവേഴ്സ് ആവുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അറിയാത്ത കുറെ ബിഗിനേഴ്സ് ഉണ്ടാവും, അവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നിങ്ങളൊന്നും നോക്കണ്ട. ഓക്കെ, ഇതൊരു കൺഫർമേഷന്റെ ഭാഗമാണ്. ആ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഡേ ടൈം ഫ്രെയിം ആണ്. നമുക്ക് നോക്കാം. നമ്മൾ വീക്കിലി സപ്പോർട്ട് വരച്ചു, റെസിസ്റ്റൻസ് വരച്ചു. ഇപ്പൊ ആ സപ്പോർട്ട് ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഡേയിൽ നോക്കി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് കാണാം അല്ലെ? മാർക്കറ്റ് എന്താണ് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നിൽക്കുകയാണ്. നമുക്ക് 4 അവറിലോട്ട് പോകാം ഗൈസ്.
കാരണം നമുക്ക് ചിലപ്പോൾ ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ. ഇല്ല, മാർക്കറ്റ് എന്താണ്, നമുക്കറിയാം മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് വന്നു, അത് മുകളിലോട്ട് വന്നു, താഴോട്ട് വന്നു, റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്തു, റിജക്റ്റ് ആയി, വീണ്ടും ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ട്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു എൻഗൾഫി വന്നു അല്ലെ, 4 ഹവറിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ പഠിച്ച പോലെ. പക്ഷെ നമുക്ക് നമ്മുടെ കോൺഫ്ലുവൻസും കൂടി ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, 8 മൂവിങ് ആവറേജ് 8ഉം പിന്നെ അതുപോലെ തന്നെ 21ഉം ഡൈനാമിക് സപ്പോർട്ട് ലെവൽ കിട്ടാൻ. കാരണം മൂവിങ് ആവറേജ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. മൂവിങ് ആവറേജിന്റെ ഒപ്പം ടെക്നിക്കലി അനലൈസ് ചെയ്തിട്ട് മൂവിങ് ആവറേജ് ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയാ സംഗമം. നമുക്ക് ഒന്നിൽ കൂടുതൽ കോൺഫ്ലുവൻസോ ഇൻഡിക്കേറ്റേഴ്സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡിൽ കോൺഫിഡന്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. നമുക്ക് എൻഗൾഫി വന്നു, നമ്മൾ ഇവിടെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാണ്. നമ്മുടെ റിസ്ക് റിവാർഡ് ജസ്റ്റ് 1:2 മാത്രമാണ്. ഓക്കെ, 1:2 കണ്ടോ, 1:2 പ്ലേ ചെയ്ത് നോക്കാം. യെസ്, ഫസ്റ്റ് ട്രേഡ് തന്നെ നമുക്ക് ലോസ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കൊരു 1% നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് പോയി. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റ് പ്ലേ ചെയ്ത് നോക്കാം. യെസ്, മാർക്കറ്റ് എന്തായി, നമ്മുടെ ഇപ്പൊ ഈ ചെറിയ സപ്പോർട്ടൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അടുത്ത സോറി റെസിസ്റ്റന്റ് ആയിരുന്നു, അത് റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് അടുത്ത സപ്പോർട്ടിലോട്ട് പോയി അല്ലെ. നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പൊ 4 ഹവറിലാണ്, നമ്മൾ ഓൾറെഡി വീക്കിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്തതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. അതുകൊണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ യെസ്, നമ്മുടെ ഈ സപ്പോർട്ടിൽ വന്നു, മാർക്കറ്റ് വന്നു ഇല്ലേ, അവിടെ നിന്ന് ഒരു എൻഗൾഫി ഫോം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ എൻഗൾഫിൽ നമ്മൾ ഒരു എൻട്രി എടുക്കുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടിൽ നിന്ന് ബൈ, റെസിസ്റ്റന്റിൽ നിന്ന് സെല്ല്, അത്രേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. ഓക്കെ, മൂവിങ് ആവറേജ് കോൺഫ്ലുവൻസ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് അടുത്ത കോൺഫ്ലുവൻസ് ആയ നമ്മുടെ ഫിബിനാച്ചി നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഫിബിനാച്ചി കാണാത്തവർ കാണുക, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് ഫിബിനാച്ചി ടൂൾ, ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഫിബിനാച്ചി കോൺഫ്ലുവൻസ് ഉണ്ട് ഇവിടെ ഇല്ലേ, ഒരു എൻഗൾഫി ഉണ്ട് നമുക്ക് എൻട്രി എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ എൻഗൾഫിയിൽ നമ്മൾ 4 ഹവറിൽ എൻട്രി എടുത്തു. 1:2 2.28 ആണ്, 1:2 മതി guys നമുക്ക്. യെസ്, ആ ട്രേഡ് നമുക്ക് വിൻ ആയിട്ടുണ്ട് അല്ലെ. എന്നിട്ട് മാർക്കറ്റ് ഇപ്പൊ എന്ത് ചെയ്യുന്ന, മാർക്കറ്റ് ഇപ്പൊ നമുക്ക് ഈ റെസിസ്റ്റൻസിലെല്ലാം മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അറിയില്ല ഇനിയിപ്പോ ഇത് ബ്രേക്ക് ചെയ്യോ, ഇനിയിപ്പോ താഴോട്ട് പോവോ, ഇതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് മൂവിങ് ആവറേജ് അനലൈസ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്തിടുക, കാരണം അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ആണ് മൂവിങ് ആവറേജ്. ഓക്കെ, മൂവിങ് ആവറേജ് മാത്രം നോക്കിയോണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. മാർക്കറ്റ് നിൽക്കുന്നു, നോക്കാം. യെസ്, മാർക്കറ്റ് എന്തായി, ആ റെസിസ്റ്റന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ മാർക്കറ്റ് ഇനിയിപ്പോ ആ റെസിസ്റ്റന്റ് ടേൺസ് ടു സപ്പോർട്ടായി അല്ലെ. വീഡിയോ ചിലപ്പോൾ ഭയങ്കര ലെങ്തി ആയി പോവും, കാരണം അറിയാലോ ഇതിങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമുക്ക് നോക്കാം കാര്യം മാർക്കറ്റ് തിരിച്ച് ആ സപ്പോർട്ടിലോട്ടോ വരുന്നുണ്ടോ നോക്കാം. ഇല്ല, അപ്പൊ നമുക്കൊന്ന് ഡേ ടൈം ഫ്രെയിമിൽ നോക്കാം എന്താണ് മാർക്കറ്റിന്റെ അവസ്ഥ. കാരണം ഇവിടുത്തെ പ്രീവിയസ് മാർക്കറ്റ് കിട്ടുന്നില്ല, ഡാറ്റ കിട്ടുന്നില്ല കാര്യം. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം. എന്ത് ഡാറ്റ കിട്ടാത്തതെന്ന് എനിക്കും അറിയില്ല. സംഭവം ട്രേഡിംഗ് വ്യൂ പ്രീമിയം ഒക്കെയാണ്. ഇത് ശനിയാഴ്ച ആയതുകൊണ്ടാണോ ഇപ്പൊ ഡാറ്റ കിട്ടാത്തതെന്ന് അറിയില്ല. സാധാരണ അങ്ങനെ ഒരു പ്രശ്നം കാണിക്കാറുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ മാർക്കറ്റ് എന്താണ്, ഡേ ടൈം ഫ്രെയിം ആണ് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരെ നല്ല അപ് ട്രെൻഡ് ആണ് അല്ലെ. മാർക്കറ്റ് അടുത്ത കറക്ഷൻ ആയിരിക്കും ഇത്. കറക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ചിലപ്പോൾ കണ്ടിന്യൂഷൻ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന ഏരിയയിൽ വല്ല സപ്പോർട്ട് കിടക്കുമോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ട് അല്ലെ. നമുക്ക് ലൈൻ ചാർട്ട് ഇട്ട് നോക്കാം. ഓക്കെ, അത് അതിനേക്കാൾ മുന്നേ ഒന്നുണ്ട് അല്ലെ. അത് കഴിഞ്ഞിട്ടും ഇവിടെയും ഒരു നല്ല സപ്പോർട്ട് തന്നെയാണ് ഗൈസ്. നമുക്ക് നോക്കട്ടോ, ക്യാൻഡിൽസ് അവിടെ വന്നിട്ട് എന്താ കാണിക്കുന്നേ നോക്കാം. ഇതാണ് പ്രീവിയസ് ഹൈ. പ്രീവിയസ് ഹൈമേ ഡബിൾ ടോപ്പ് വന്നിട്ടുണ്ട് മാർക്കറ്റ്. എന്തെങ്കിലും ആവട്ടെ, യെസ്, പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തു. ഇതൊന്ന് ശക്തമായ അപ് ട്രെൻഡാന്ന് തോന്നുന്നു. വാവ്, മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തു, താഴോട്ട് പോയി, നമ്മളതായി റെസിസ്റ്റൻസ് എത്തി, സോറി സപ്പോർട്ട് ഇറക്കി, ഈ സാധനങ്ങളോട് മറിക്കും.
കൺഫർമേഷൻ ഒന്നുമില്ല. നമുക്ക് 4 അവറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ആവാം. 4 അവറിലും കൺഫർമേഷൻ ഒന്നുമില്ല. ഉം, ഒന്നുമില്ല ഗൈസ്. കൺഫർമേഷൻ ഇല്ല. കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ എൻട്രി എടുത്തില്ല. ഓക്കെ, കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വെറുതെ നമ്മൾ. ഓക്കെ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. യെസ്, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഗൈസ്. ഒരു 30-40% ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനത് ഹെഡ് ആൻഡ് ഷോൾഡർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാത്തത് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്സ് ബൈബിളിൽ അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം നമുക്കൊരു കോൺഫ്ലുവൻസ് പോലെ ഹെഡ് ആൻഡ് ഷോൾഡർ യൂസ് ചെയ്യാന്നുള്ളൂ. ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡറും ഡബിൾ ടോപ്പ് പാറ്റേൺ ഒക്കെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യലുണ്ട് ഗൈസ്. യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യില്ല. എന്താ പറയാ, അത് കോൺഫ്ലുവൻസ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് അപ്പൊ ഒരു. ഓക്കെ ഓക്കെ ഗൈസ്. യെസ്, ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ഒരു ഗംഭീര ബുള്ളിഷ് എൻഗൾഫി ആണ് ഗൈസ്. അപ്പൊ ഈ മാർക്കറ്റ് നമുക്ക് എൻട്രി, ഈ ഒരു എൻഗൾഫിൽ നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, കുറച്ചധികം പ്രിന്റ് ആയി പോയി. എൻഗൾഫിയുടെ താഴെ കുറച്ച് പിപ്പ് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1:2 മതി ഗൈസ്. നമുക്ക് 1:2. ഇതെന്തായാലും ചിലപ്പോൾ നമുക്ക് പറയും ബൈ ലിമിറ്റ് ഓർഡേഴ്സ് വേണമെങ്കിൽ ഇവിടെ ഇട്ട് വയ്ക്കാം. ഇതെന്തായാലും ചിലപ്പോൾ താഴോട്ട് വന്നിട്ട് ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, സാധ്യത വന്നില്ല. അപ്പൊ ജസ്റ്റ് എൻഗൾഫിൽ തന്നെ അഗ്രസീവ് ആയിട്ട് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ട്രേഡ് നമുക്ക് 1:2, അതായത് 1:2 1:3 ഒക്കെ നോക്കാം. പക്ഷെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ 1:2 മാത്രം പ്രിഫർ ചെയ്യുക guys. കാരണം വല്ലാതെ ലോങ് ടി പി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ലോസ്, ഒരു വിൻ, ഒരു വിൻ. ഓക്കെ, 2 വിന്ന്. ഓക്കെ, ഞാൻ ഈ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വെക്കാനുള്ള കാരണം ഇതൊരു ഹൈ ആണ്. അപ്പോൾ ഈ ഹൈനപ്പം ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോ അവിടെ തന്നെ ഒന്ന് റീട്രേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇവിടെ ഒരെണ്ണുണ്ട്, ഇനി എടുത്ത് മാറ്റി വെക്കുന്നില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും എൻഗൾഫി വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിജക്ഷൻ ക്യാൻഡിൽസോ ഡോജിയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ബൈ ചെയ്യും. നമുക്ക് നോക്കാം. ശക്തമായ അപ്ട്രെൻഡ് ആണ് ഗൈസ്, ശക്തമായ അപ്ട്രെൻഡ്. നമുക്ക് ഡേയിലിട്ടിട്ട് പ്ലേ ചെയ്യാം ഒന്നുകൂടി. യെസ്, നമുക്ക് ഇവിടെ ഇതാണ് റെസിസ്റ്റന്റ്, ഇതാണ് നമ്മുടെ ഒരു സപ്പോർട്ട് 1, സപ്പോർട്ട് 2, സപ്പോർട്ട് 3, സപ്പോർട്ട് 4. അത് നമുക്ക് എവിടേക്ക് എത്തും നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു സ്വിങ് എവിടെ വരെ റീട്രേസ് ചെയ്യുന്നത് നമുക്ക് അറിയണമല്ലോ. ഈ ഒറ്റ സ്വിങ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വീക്കിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, വീക്കിലി പോയിട്ട് നമ്മളൊന്ന് ഫിബ് വെച്ച് നോക്കുക, ഏതായിരിക്കും സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ, ഏതായിരിക്കും നോക്കുക. ഓക്കെ, ഇതും ആയിരിക്കും അല്ലെ? അല്ല, നമ്മൾ പഠിച്ചിട്ടില്ലേ 50 അല്ലെങ്കിൽ 618 ആയിരിക്കും ഗൈസ്. നമുക്ക് പ്ലേ ചെയ്യാം. 4 അവർ ആണ് കേട്ടോ ടൈം ഫ്രെയിം. സൂമിൻ ചെയ്യാം. മാർക്കറ്റ് വരുന്നുണ്ട് താഴോട്ട് അല്ലെ? ബ്രേക്ക് ചെയ്ത് നോ പ്രോബ്ലം. നമ്മുടെ ലെവൽ എത്തണം. 50 60 എത്തിയിട്ട് വല്ല കൺഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കുന്നുള്ളൂ. മാർക്കറ്റ് ഇപ്പൊ ആ ലെവലിൽ ഉണ്ട്. നമ്മുടെ 786, സോറി, ഈ ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കൺസെപ്റ്റില്. നമുക്ക് നോക്കാം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ. യെസ്, മാർക്കറ്റ് തിരിച്ച് കയറി ഗൈസ്. 4 അവറിൽ തിരിച്ച് കയറി. കൺഫർമേഷൻ എന്ന് പറയാനായിട്ട് നല്ല കൺഫർമേഷൻസ് ഒന്നും ഇല്ല. കൺഫർമേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക ആയിരിക്കും നല്ലത്. യെസ്, ഇതൊരു എൻഗൾഫി ആയിരിക്കുമോ, നമുക്ക് നോക്കട്ടോ. ഇത് എൻഗൾഫി ആണ് ഗൈസ്. നമ്മൾ ഇതിൽ എൻട്രി എടുത്തു. ഓക്കെ, നമ്മൾ ഇതിലൊരു ബൈ എൻട്രി വീണ്ടും എടുത്തു ഗൈസ്. നമ്മൾ ഈ 618, ഇത് 50, ഇത് 618 ആണ് ലെവൽ. അതിന്റെ കുറച്ച് താഴെ വെച്ച് 1:2 മതി ഗൈസ്. റെസിസ്റ്റൻസ് വരെ വെക്കാം, പക്ഷെ നമുക്ക് വേണം, നമുക്ക് 1:2 മതി. അപ്പോൾ ആ ട്രേഡ് നമുക്ക് വിൻ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകാനുള്ള സാധ്യത ഉണ്ട് ഗൈസ്. നിങ്ങൾ ആരൊക്കെ കാണുന്നൊന്നും എനിക്ക് അറിയില്ല. അത് നമുക്ക് ചെയ്യാം, കാരണം ബിഗിനേഴ്സിന് ഈ വീഡിയോസ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.
ക്യാൻഡിൽ സിക്സ് ബൈബിള് വായിക്കുക, എന്നിട്ട് എന്റെ ബാക്ക് ടെസ്റ്റിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ മതി. എന്നാലാണ് കൂടുതൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഗൈസ്. യെസ്. മൂവിങ് ആവറേജ് ടോക്കി 21 മൂവിങ് ആവറേജിൽ ഡൈനാമിക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഈ കണ്ടിന്യൂഷനിൽ ഓക്കെ നമുക്ക് ഇവിടെ എന്തായാലും വേറെ നമുക്ക് കോൺഫ്ലുവൻസ് ഉണ്ട്. മൂവിങ് ആവറേജിന്റെ മുകളിലാണ് ട്രേഡിംഗ് പ്ലസ് മൂവിങ് ആവറേജ് ലാഗ് ചെയ്തിട്ട് നമുക്ക് ഒരു എൻഗൾഫി വന്നിട്ടുണ്ട്. ഇതൊരു എൻഗൾഫി ആണ്. നമുക്ക് ഈ എൻഗൾഫിയിൽ കയറാം, അല്ലെങ്കിൽ ഈ എൻഗൾഫിയിൽ കയറി ട്രേഡ് ചെയ്യാം. ഇതിൽ ഏത് എൻഗൾഫിൽ വേണമെങ്കിലും നമുക്ക് എൻ്റർ ആവായിരുന്നു. ഓക്കെ, മൂവിങ് ആവറേജ് ഞാനൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്യാം. നമ്മുടെ റെസിസ്റ്റൻസ് എത്തി, റെസിസ്റ്റൻസ് ടച്ച് ചെയ്തില്ല. ഒന്ന് ടച്ച് ചെയ്യാൻ അവിടെ നിന്ന് തന്നെ ടച്ച് ചെയ്യാതെ തന്നെ വീണു. യെസ്, ടച്ച് ചെയ്തു. ബ്രേക്കിംഗ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, റെസിസ്റ്റൻസിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു. യെസ്, സാധ്യത. ബ്രേക്ക് ചെയ്തു ഗൈസ്. നമുക്ക് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൈ എടുക്കാം ഗൈസ്. നമുക്ക് നോക്കാം കേട്ടോ. ബൈ ടെസ്റ്റ് തിരിയാണെങ്കിൽ മാത്രം എടുക്കാം. വേണ്ട, നമുക്ക് വീക്കിലി ഒന്ന് പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം ഗൈസ്. ഈ ഒറ്റ സിംഗിന്റെ റീട്രേസ്മെന്റ് എവിടെ വരുന്നു നമുക്കൊന്ന് നോക്കാം. ഏകദേശം ലെവൽ ഈ 50യും 618ഉം. ഈ 786 കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈ എൻട്രി നോക്കരുത് ഗൈസ്. കാരണം പിന്നെ ആ ട്രെൻഡ് ചിലപ്പോൾ ഏത് നിമിഷവും ഡൗൺ ട്രെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ 786ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് 100 ലെവൽ വേണമെങ്കിൽ ഇടാം ഫിബിനാച്ചിൽ. പക്ഷെ ഞാൻ നോക്കുന്നത് 786 കഴിഞ്ഞാൽ സാധ്യത താഴോട്ടാണെന്നാണ് എൻ്റെ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അത് നമുക്ക് കണ്ട് 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 നമുക്കത് അങ്ങനെ മനസ്സിലായി വരും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ലെവൽ എത്തിയിട്ടുണ്ട്. ടച്ച് ചെയ്തില്ല, ടച്ച് ചെയ്തു. പക്ഷെ കൺഫർമേഷൻ ഒന്നുമില്ല ഗൈസ്. കൺഫർമേഷൻ ഒന്നും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല ഗൈസ്. യെസ്, ഇതൊരു പിൻ ബാർ ആണെന്ന് തോന്നുന്നു. അല്ല, ഫോം ആയില്ല. വാവ്, നമ്മുടെ ആ റെസിസ്റ്റൻസ് വരെ എത്തിയിട്ടുണ്ട്. സോറി, സപ്പോർട്ട് വരെ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വീണ്ടും ഒരു ബൈ തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു എൻഗൾഫിൽ. ഓക്കെ, ആ ഒരു എൻഗൾഫിൽ നമ്മൾ 4 അവറിൽ എൻട്രി എടുത്തു. ഞാൻ കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹണ്ട് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഗൈസ്. അടുത്ത സപ്പോർട്ടിന്റെ അടുത്ത് വരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ടി പി സെറ്റ് ചെയ്തു. ഓക്കെ, ലോങ് ട്രേഡ് ആയി പോയി ഗൈസ്. അത് ഛെ, നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ഹോൾഡ് ചെയ്യാം. ട്രേഡ് ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കണം, അല്ലെങ്കിൽ ടി പി അടിക്കണം. അത്രേ ഉള്ളൂ നമുക്ക്. അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്യും. യെസ്, അപ്പൊ നമ്മൾ ടി പി അടിച്ചു. 1:2. ഓക്കെ, വീണ്ടും ഈ സപ്പോർട്ടിൽ എത്തി മാർക്കറ്റ് അല്ലെ. സപ്പോർട്ടാണ്. ഓക്കെ, നമുക്ക് ഫിബിനാച്ചി ഡിലീറ്റ് ചെയ്ത് കളയാം. മൂവിങ് ആവറേജ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ആ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ്, നമുക്ക് മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചർ ഒന്ന് നോക്കട്ടെ ഗൈസ്. നൈസ് അപ് ട്രെൻഡ് അല്ലേ. ഞാൻ ഇടയ്ക്ക് ലൈൻ ചാർട്ട് ഇട്ട് നോക്കും ഗൈസ്. എനിക്ക് ക്യാൻഡിൽസിനൊക്കെ കൂടുതൽ നമുക്ക് റെസിസ്റ്റൻസും ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ലൈൻ ചാർട്ട് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സപ്പോർട്ടുകൾ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ പ്ലേ ചെയ്യാം. സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട്, സോറി, റെസിസ്റ്റൻസ് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ട് സപ്പോർട്ട് ടെൻസ് ടു ഇപ്പോൾ റെസിസ്റ്റൻസ് ടെൻ ടു ഇപ്പോൾ സപ്പോർട്ടായി. ഓക്കെ, നമുക്ക് 4 അവറിൽ പോവാം. ഓക്കെ, നമുക്ക് അടുത്തൊരു എൻട്രി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ മൂവിങ് ആവറേജ് ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് റീട്രേസ്മെന്റ് വന്നതിന് ശേഷമായിരിക്കും സ്പൈക്ക് വരിക. അപ്പൊ നമുക്കൊന്ന്
ഓ, റീട്രേസ്മെന്റ് വന്നില്ല, അപ്പോഴേക്കും ബ്രേക്ക് ആയ വഴിക്ക് ഞാൻ ബ്രേക്ക് ആയ വഴിക്ക് എൻട്രി എടുക്കാറില്ല ഗൈസ്. ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റിന് വരെ വെയിറ്റ് ചെയ്യും ഞാൻ. റീടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എൻട്രി എടുക്കുക. ബ്രേക്ക് ചെയ്ത വഴിക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫേക്ക് ഔട്ടിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഞാൻ. ഏഹ് അപ്പോ നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ബ്രേക്ക് ഔട്ട് റീഡേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. നല്ല അടിപൊളി കൺസെപ്റ്റ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇതാ ഈ ഒരു ലെവലിൽ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊരു സപ്പോർട്ടാണ്. നമുക്ക് ഇതാ ഇവിടെയും ഒരു സപ്പോർട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ ഈ ഒരു സോണിൽ വരും, പ്ലസ് മൂവിങ് ആവറേജ് ഒക്കെ ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി നോക്കാം. ഓക്കെ, മൂവിങ് ആവറേജ് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും, കാരണം വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തല്ലോ. യെസ്, നമ്മുടെ 50 എത്തി ലെവല്. 50 എത്തിയിട്ട് എൻഗൾഫി ഒരു മോർണിംഗ് സ്റ്റാർ ആണത്. മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണത്. പക്ഷെ നമ്മൾ എൻട്രി എടുത്തില്ല. എനിക്കൊരു 60 എങ്കിലും എത്തണം. ജസ്റ്റ് കണ്ടോ, അത് തിരിച്ചു വരുന്നുണ്ട്. യെസ്, യെസ് ഗൈസ്, നമുക്ക് രണ്ട് മൾട്ടിപ്പിൾ, എന്താ പറയാ, ഡോജീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് പിൻബാർ. ഓക്കെ, രണ്ട് പിൻബാറുകൾ അല്ലെങ്കിൽ ഡോജി റിവേഴ്സൽ സൈൻ ആണ് ഗൈസ് അത്. അപ്പൊ ഇതിലും നമ്മൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഞാൻ കുറച്ച് ഇറക്കി വെക്കുന്നുണ്ട് ഗൈസ്, കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അറിയില്ല, ഇത് ചിലപ്പോൾ ഹണ്ടിങ് ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റിൽ സംഭവിക്കുക. ചിലപ്പോ നമ്മൾ ഹണ്ട് ചെയ്തിട്ട് പോവാനുള്ള എല്ലാ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ തന്നിട്ട് അവിടെ നിന്ന് പൊന്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമുക്ക് റിജക്ഷൻ കാൻഡിൽസ് വന്നു, നമുക്ക് എന്താ പറയാ, ഫിബിനാച്ചി കോൺഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ അറ്റ്ലീസ്റ്റ് 50 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്, നമുക്ക് രണ്ട് കോൺഫ്ലുവൻസ് ഉണ്ട്, കൺഫർമേഷൻസ് ഉണ്ട്, അപ് ട്രെൻഡ് ആണ്. പിന്നെ എന്താ പറയാ, 50 മൂവിങ് ആവറേജ് ഒക്കെ നോക്കി കഴിഞ്ഞാലും മുകളിലായിരിക്കും. പക്ഷെ ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു നോക്കാം, ട്രേഡ് എന്താ അവസ്ഥ. ആ ട്രേഡ് ലോസ് ആവും തോന്നുന്നുണ്ട്. യെസ്, ലോസ് ആയി. അപ്പോ നമുക്കൊരു ലോസ് കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നോ പ്രോബ്ലം. ഇത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്, സോറി റെസിസ്റ്റന്റ് ആണ്. ഇപ്പോ ഇനി മാർക്കറ്റ് തിരിച്ച് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് അഗെയിൻ അടിയിലേക്ക് പുഷ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ട്രെൻഡ് ഇനി നമുക്ക് സെൽ ഓപ്ഷൻസ് ആണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഗൈസ്. ഇനി ബൈക്ക് ചാൻസസ്, ഇതിപ്പോ വീക്ക്ലി ആണ്, നമുക്ക് ഡെയിലിക്ക് ഇടാം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കാം ഈ സപ്പോർട്ട്. 4 അവറിൽ എൻട്രി ഉണ്ടോ നോക്കാം. ഓക്കെ, 4 അവറിൽ അല്ലെങ്കിൽ ഡേയിൽ നോക്കാം. നമുക്ക് ഏതിലാണ് നല്ല എൻട്രീസ് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ വീക്കിലി അനലൈസ് ചെയ്യാം. എൻട്രികൾ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും, ട്രേഡ് അനുസരിച്ച് അല്ലെങ്കിൽ നല്ല കൺഫർമേഷൻ അനുസരിച്ചിട്ട്. പക്ഷെ 4 അവർ എൻട്രി ആണ് നല്ലത്, കാരണം മറ്റേ ഡെയിലിയും വീക്കിലിയും ഒക്കെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഹോൾഡ് ചെയ്യേണ്ടി വരും ട്രേഡ്. ഓക്കെ, അപ്പോൾ മൂവിങ് ആവറേജ് കോൺഫിഡൻസ്, യെസ്, നമുക്ക് ഫോർ 4 അവറിലെ മാർക്കറ്റ് ഇതൊക്കെ ഒന്ന് ബ്രേക്ക് കിട്ടും. വീഡിയോ 23 മിനിറ്റ് ആയി ഗൈസ്, ഭയങ്കര ലെങ്തി ആവല്ലോ. നമുക്ക് നോക്കാം. യെസ്, ബ്രേക്ക് റീടെസ്റ്റ് ചെയ്യൂ. യെസ്, റീടെസ്റ്റ് ചെയ്തു. 4 അവറിൽ കൺഫർമേഷൻ ഉണ്ടോ? ഇല്ല. ഡെയിലി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഡെയിലും ഇല്ല. ഓക്കെ, ഫിബൊനാച്ചി കോൺഫ്ലുവൻസ് ഉണ്ടോ നോക്കാം നമുക്ക്. അയ്യോ, ആള് മാറി. ഫിബൊനാച്ചി കോൺഫ്ലുവൻസ് എത്തിയിട്ടില്ല. യെസ്, ഫിബൊനാച്ചി എത്തി. ചിലപ്പോൾ ഡെയിലി വല്ല എൻഗൾഫി ഉണ്ടാവും ഗൈസ്. ഓ, ഡെയിലൊന്നുമില്ല. മാർക്കറ്റ്, യെസ്, പിക്ചേഴ്സ് ഓൺലിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വാവ്, വാവ്, വാവ്. നമുക്ക് കൺഫർമേഷൻ തന്നില്ല ഗൈസ്, അവിടെ മാർക്കറ്റ് സ്പൈക്ക്. യെസ്, യെസ്, യെസ്. നമ്മുടെ നമുക്ക് ഈ റെസിസ്റ്റൻസിന് മുകളിൽ ഇതാ ഇത്രയും വലിയ വിക്കൊക്കെ വന്നിട്ട് ഒരു
എൻട്രി വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊരു എന്താ പറയാ, അവിടെ കുറെ റിജക്ഷൻസ് ഉണ്ട്, ഒരു ഡോജി ഉണ്ട്, പ്ലസ് നമ്മുടെ ഡൈനാമിക് സപ്പോർട്ട്. അപ്പൊ ഇതൊരു കോൺഫ്ലുവൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എടുക്കാം ഗൈസ്. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ട് വെച്ചോ, കാരണം ഇവിടെ മാർക്കറ്റ് ചെറിയൊരു ഷോക്കിനെസ് കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. വല്ല ന്യൂസ് ഉണ്ടാവുമായിരിക്കും, അറിയില്ല. യെസ്, ക്ലീൻ ലോസ്. ഓക്കെ, അപ്പൊ നമ്മുടെ എത്രാമത്തെയോ ട്രേഡ് ലോസ് ആയിട്ടുണ്ട്. എത്രാമത്തെയോ മറന്നുപോയി guys. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്ന് നോക്കാം. കാരണം ട്രെൻഡ് മാറിയിട്ടുണ്ട് വീക്കിൽ. നമ്മൾ ഈ ബൈ എടുത്തത് ശരിക്കും മണ്ടത്തരായി പോയി. ഓക്കെ, നമ്മൾ ഈ സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റ് തിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ട്രേഡ് എടുത്തത്. ഓക്കെ, ഒരു ഡോജീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഈ ഒരു സോണിലേക്ക് തിരിച്ചു വരാനുള്ളതോ, അല്ലെങ്കിൽ ഈ സോൺ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട്. ഓക്കെ, നമുക്കത് നോക്കാം. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാം, ഇതൊക്കെ കളയാം. ഓക്കെ, എൻഗൾഫി വന്നു പോയി ഗൈസ്, നമ്മളത് എടുക്കാൻ പറ്റിയില്ല. യെസ്, മാർക്കറ്റ് ബ്രേക്കിംഗ് ആണ് അവിടെ. ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ്. ഇത് എൻഗൾഫി എന്ന് പറയാം, പക്ഷെ അത്രയും പെർഫെക്റ്റ് എൻഗൾഫി അല്ല, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല ഗൈസ്. ഓ, ഡോജി. ഓക്കെ, ഈ ഡോജിയിൽ സോറി, നമുക്കത് മാർക്കറ്റ് പെട്ടെന്ന് അങ്ങോട്ട് പോയ കാരണം കൊണ്ടാണ്. നമുക്ക് എൻഗൾഫി കഴിഞ്ഞിട്ട് ഒരു ഡോജി വന്നു, ആ ഡോജിയിൽ നമ്മൾ എൻ്റർ ആവുന്നുണ്ട്. ഓക്കെ, കാരണം അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ഒന്നില്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തു, ഇത് റീടെസ്റ്റ് ചെയ്ത് കൺഫർമേഷൻ അനുസരിച്ച് താഴോട്ട് പോകേണ്ടതാണ്. കൺഫർമേഷൻ ഒന്നും വന്നില്ല. ആൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. ഇതൊരു എൻഗൾഫി ആണ്, പക്ഷെ ഇത് കുറച്ചും കൂടി വലുപ്പം വേണം ഈ എൻഗൾഫി. ഇതൊരു നമുക്കൊരു 30% എൻഗൾഫി എൻഗൾഫി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കൂടി ഈ ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു 30% എൻഗൾഫി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന് 30-20 അത്രേ ഉള്ളൂ. ഇത് പെർഫെക്റ്റ് അല്ല. ഇനി നമുക്ക് 2 ഹവറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും, പക്ഷെ നമ്മളിപ്പോ 2 ഹവറിലേക്ക് ഒന്നും പോകുന്നില്ല കൺഫർമേഷൻ എടുക്കാൻ. നമുക്കിപ്പോ 4 ഹവറിൽ ഡോജി പ്രിന്റ് ആയിട്ടുണ്ട്. ഈ ഡോജിയിൽ നമ്മളൊരു എൻട്രി എടുത്തു, കൊണ്ട് താഴെ ഇവിടെ വെച്ച് -2 -2. യെസ്, ഓക്കെ. അപ്പൊ ആ ട്രേഡ് നമുക്ക് വിൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നോക്കാം 4 ഹവറിൽ മാർക്കറ്റിന്റെ എന്താണ് കണ്ടീഷൻ. ഓക്കെ, 4 ഹവറിൽ നമുക്ക് ഈ മൂവിങ് ആവറേജ് ഒന്ന് ഓണാക്കാം. മൂവിങ് ആവറേജിന്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അഗൈൻ നമുക്ക് 8 മൂവിങ് ആവറേജ് ഒന്ന് നോക്കാം. ക്രോസ് ഓവർ നടന്നല്ലോ, അപ്പോ ട്രെൻഡ് മാറാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ലാഗ് ചെയ്തിട്ട് ഗൾഫി ഉണ്ടാവുമോ നോക്കാം നമുക്ക് മാർക്കറ്റില്. അഗൈൻ 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 ഇവിടുത്തെ ഈ സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് നമുക്കൊന്ന് ഒന്ന് വീക്കിലി ഒന്ന് പോയി നോക്കാം. ജസ്റ്റ് കൺഫ്യൂഷൻ ആയി ഞാൻ. മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നു, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് ഗൈസ്. അപ്പോ ഇനി എനിക്ക് ഇവിടെ നിന്ന് താഴോട്ട്, അല്ലെങ്കിൽ ഈ റെസിസ്റ്റന്റ് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ട് താഴോട്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇനിയിപ്പോ കയറി എടുക്കുന്നത് ചിലപ്പോ മണ്ടത്തരാവും. അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, എൻഗൾഫി എൻഗൾഫി. അപ്പൊ നമുക്ക് ഇതിൽ ചെറിയൊരു ഈ ഒരു സോണിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ഒരു ഹൈ വരെയെങ്കിലും എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ബട്ട് വേണ്ട ഗൈസ്, നമുക്ക് അത് ഡേയിലാണ് അല്ലെ. നമുക്ക് 4 ഹവറിൽ, യെസ്, 4 ഹവറിൽ കൺഫർമേഷൻ ഉണ്ട് ഗൈസ്. 4 ഹവറിലെ ചെറിയ ഇതാ, ഇതൊരു നല്ല എൻഗൾഫിയാണ്. ഈ രണ്ട് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ട്, ഇതല്ലെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേണും ആണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ എൻഗൾഫി ഫോം ആയിട്ടുള്ള ഈ പ്രീവിയസ് ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ എൻഗൾഫി ഫോം ആയിട്ടുള്ളത് അല്ലെ.
പ്ലസ് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. കോൺഫ്ലുവൻസ് ഫിബിനാച്ചി കോൺഫ്ലുവൻസ് ഉണ്ട് ഇതിൽ. ഞാനിപ്പോ ഈ സിങ്ങിന്റെ കാണിക്കാം. അറ്റ്ലീസ്റ്റ് കണ്ടോ, ഫിബിനാച്ചി കോൺഫ്ലുവൻസ് രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എൻറ്റർ ചെയ്യാം. അതൊക്കെ മതി എൻട്രി ആവാൻ. വലിയ സ്റ്റോപ്പ് ലോസ് വെക്കണമായിരിക്കും നല്ലത്, ചിലപ്പോൾ പണി കിട്ടും. 1:2. അവിടെ റെസിസ്റ്റന്റ്. യെസ്. അപ്പൊ അങ്ങനെ ആ ട്രേഡ് കൂടി നമുക്ക് വിൻ ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇവിടെ വീണ്ടും ഒരു എൻട്രി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ദാ വീണ്ടും ഒരു എൻട്രിക്കുള്ള സാധ്യതകൾ അല്ലാതെ ഉണ്ട് ഇവിടെ. കണ്ടോ, നമുക്ക് മൾട്ടിപ്പിൾ ഡോജീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിൻ ബാർ ഉണ്ട്. പിൻ ബാറിന് വന്നതിന് ശേഷം, കാരണം ഇത് ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ആണ് ഗൈസ്. ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് നമ്മൾ പക്ഷേ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. നമുക്ക് നോക്കാം. ഈ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് റിജക്റ്റ് ആവും തോന്നുന്നുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്തി ആവും ഗൈസ്, അരമണിക്കൂർ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഓ, ബാറ്ററി ലോ. നമുക്ക് നോക്കാം. ഇനിയിപ്പോ ആ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റ് മാർക്കറ്റ് അത് സ്ട്രോങ് ആയിട്ട് ടച്ച് ചെയ്തില്ല ഗൈസ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ട് അനലൈസ് ചെയ്യരുത്, ആകെ ഇലക്കിട്ടാണ്ടാവും. നമുക്ക് ഫിബിനാച്ചി ഒക്കെ ഡിലിറ്റ് ചെയ്താൽ അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു വീക്ക്ലി ഒന്ന് നോക്കാം. വീക്ക്ലി എന്താണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ. യെസ്, മാർക്കറ്റ് ഗൈസ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ട്. മാർക്കറ്റ് ഡൗണിലേക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ്. നമുക്കറിയില്ല, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും മാർക്കറ്റ്. താഴോട്ടാണെന്നാണ് നമ്മളൊരു പ്രഡിക്ഷൻ മാർക്കറ്റ് കണ്ടിട്ട്. താഴോട്ടായിരിക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് എന്താ ഉണ്ടാവുക, ഇതൊക്കെ കൂടി ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വന്നിട്ടായിരിക്കും ഫ്ലൈ ചെയ്യുക. മനസ്സിലായി? അപ്പൊ ഈ റീടെസ്റ്റിൽ കയറിയാൽ മതി. അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നല്ല സൈൻ കാണിക്കും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൽ എടുക്കാം. അല്ലെ, ബ്രേക്ക് ചെയ്ത വഴിക്ക് എൻട്രി എടുക്കാതെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റിൽ എൻട്രി എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈസ്. അതായിരിക്കും നല്ലത്. ബ്രേക്ക് ചെയ്ത വഴിക്ക് എൻട്രി എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് എന്താ പറയാ, ഞാൻ ആദ്യം ബ്രേക്ക് ചെയ്ത വഴിക്ക് എൻട്രി എടുക്കുന്ന ഒരു സ്ട്രാറ്റജിക്ക് ആയിരുന്നു. പക്ഷെ പറ്റുന്നില്ല ഗൈസ്, നമ്മളായിട്ട് സെറ്റ് ചെയ്ത് പോകുന്നില്ല അത്. അഗെയിൻ നമ്മുടെ ഈ സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 4 hour യെസ്, ബ്രേക്ക് ചെയ്തു. സപ്പോർട്ട് 1 ബ്രേക്ക് ചെയ്തു. എന്തോ ന്യൂസ് ഒക്കെ ഉണ്ടെന്നുകൊണ്ട് ക്യാൻഡിൽ ഗ്യാപ്പ് ഒക്കെ ആയിട്ട് വരുന്നത്. ഗൈസ്, ഞാൻ മൂവിങ് ആവറേജ് ഒന്ന് ഇടുന്നുണ്ട്. മാർക്കറ്റിന്റെ വല്ല ലാഗ് ചെയ്ത് വല്ല എൻഗൾഫ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ യെസ് ഗൈസ്, അടുത്ത സപ്പോർട്ടിലേക്ക് എത്തി. ഈ സപ്പോർട്ട് ബ്രേക്ക് ആണ് ഏകദേശം. അപ്പൊ നമുക്ക് അറിയാം. പിന്നെ അത് മാത്രല്ല, മാർക്കറ്റ് നമുക്കൊന്ന് ഫിബ് വെച്ച് നോക്കാം. അടുത്ത മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. മൂവിങ് ആവറേജ് 21 താഴെ 8 ലാഗ് ചെയ്തൊരു എൻഗൾഫി. നമുക്ക് ഇവിടെ ഒരു എൻട്രിക്ക് നല്ല സാധ്യത ഉണ്ട് ഗൈസ്. പക്ഷെ ഇതൊരു അഗ്രസീവ് എൻട്രി ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഉണ്ട്, എൻഗൾഫി ഉണ്ട്, എല്ലാം അതുണ്ട്. ഇത്രയൊക്കെ മതി. ഓക്കെ, മൂവിങ് ആവറേജിന്റെ കുറച്ച് മുകളിൽ വെച്ചിട്ടുണ്ട്. 1:2 വേണം. ഓക്കെ, ഇത്ര വെച്ചിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ റിസ്ക് റിവാർഡ് പ്ലാൻ കഷ്ടിച്ച് എത്തണുള്ളൂ ഗൈസ്. ട്രേഡ് എടുക്കാതിരിക്കും നല്ലത്. കണ്ടോ, അതെന്താ എന്താ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, സപ്പോർട്ടിന്റെ ഫസ്റ്റ് സോണിൽ തന്നെ വെക്കണായിരുന്നു. നമ്മളത് ഓവർ എക്സ്പെക്ട് ചെയ്തു ഗൈസ്. കാരണം ഈ ട്രേഡ് സെറ്റപ്പ് അത്രയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കൂടി നമ്മൾ അതിൽ കയറി. പക്ഷെ അത്യാവശ്യം നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ട് അത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ലോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ. യെസ്, അപ്പൊ ഈ ട്രേഡ് നമുക്ക് ലോസ്. ഓക്കെ, മാർക്കറ്റ് എന്താ അവിടെ കാണിക്കുന്നത്? മുകളിലേക്ക് നമ്മൾ പോകണം. റീടെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് മൂവിങ് ആവറേജ് ഒക്കെ മുകളിലേക്ക് മാറിയിട്ടോ. ഇനിയിപ്പോ ട്രെൻഡ് നമ്മൾ പറഞ്ഞ പോലെ മുകളിലേക്ക് പോകുമെന്ന് അറിയില്ല. പക്ഷെ താഴോട്ട് പോകാൻ ചാൻസ് ഇല്ല. നമ്മൾ ഇത്രയും നല്ല സ്ട്രോങ് കാൻഡിൽസ് ഒക്കെ വന്നില്ലേ, നമുക്ക് നോക്കാം. ആഹാ, കൊള്ളാലോ. യെസ് ഗൈസ്, നമുക്ക് ഇതാ നമ്മൾ ഈ ഡോജിയിൽ ഇത് ഡേയിലാണ്. ഡേയിലെ ഗംഭീര ഒരു കൺഫർമേഷൻ ആണ് ഗൈസ് അത്. നമ്മൾ അതിൽ എൻട്രി എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്യാൻഡിൽ അല്ല, ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ട്. 1:2 1:2 മോണിറ്റർ റെസിസ്റ്റൻസ് വരെ എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓ മൈ ഗോഡ്. അപ്പൊ ആ ട്രേഡ് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അറിയാം, മാർക്കറ്റ് റീടെസ്റ്റ് ആൻഡ് ഗോ ഡൗൺ. ഓക്കെ,
നമുക്കൊന്ന് പ്ലേ ആവണില്ലല്ലോ. ഗൈസ് പ്രിന്റ് ആവുന്നില്ല, എന്ത് പറ്റി? ഓക്കെ, അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ആ ഓക്കെ, പ്രിന്റ് ആയി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കാൻഡിൽ ഫോർമേഷൻ ഒന്നും വന്നില്ല, ഒരു ചെറിയൊരു ഡോജി. ഇത് എനിക്ക് തോന്നുന്നു നെറ്റ് പോയി തോന്നുന്നു എന്റെ, അതുകൊണ്ട് അതുകൊണ്ട് പണി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതെ, നെറ്റ് പോയതാണ് ഗൈസ്. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക്. ഞാൻ ഇനി ഓരോ പെയറുകളിൽ ഞാൻ ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ചധികം വീഡിയോസ് ഇതുപോലെ തന്നെ ഇതിന്റെ ഈ സെയിം സ്ട്രാറ്റജി തന്നെ നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ടാവും അപ്പൊ തന്നെ. ഓക്കെ, ഇതൊന്ന് താഴോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഗൈസ്. ഇല്ല, താഴോട്ട് പോയില്ല. താഴോട്ട് പോയി നമുക്ക് എൻട്രി ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഈ ഒറ്റ ഡോജി മാത്രമല്ലാതെ വേറെ ഒറ്റ കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല. ഇത് ബ്രേക്ക് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷെ നമുക്കൊന്ന് വീക്കിലി ഒന്ന് നോക്കാം. യെസ്, വീക്കിലി ഇതൊരു നല്ല സോണാണ്, സപ്പോർട്ട് അല്ലെ? സോറി, സപ്പോർട്ട് അല്ല, റെസിസ്റ്റന്റ്. ഞങ്ങൾ പറയണത് തെറ്റണതാ. ഓക്കെ, ഓക്കെ, നമുക്കൊന്ന് ലൈൻ ചാർട്ട് ഇട്ട് നോക്കാം ഗൈസ്. യെസ്, ഇപ്പൊ നല്ലൊരു സപ്പോർട്ട്. ഇപ്പൊ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇത്രയും സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടല്ല വീക്കിലി നിൽക്കുന്നത്, അപ്പോൾ അതൊരു ഡേഞ്ചർ ആണ്. മാർക്കറ്റ് അവിടെ നിന്നൊന്നും കാണിക്കുന്നില്ല ഗൈസ്. യെസ്, മാർക്കറ്റ് ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് പെട്ടെന്ന് പ്രിന്റ് ആയിപ്പോയി. പക്ഷെ നമുക്ക് ഇവിടെ തന്നെ ഒരു സെൽ എടുക്കാനുള്ള. യെസ്, ഞാനിവിടെ ഒരു സെൽ എടുക്കുന്നുണ്ട്. മൂവിങ് ആവറേജ് ലാഗ് ചെയ്ത് ഒരു എൻഗൾഫി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 1:2. വാവ്, ബ്യൂട്ടിഫുൾ ലോസ് ആൻഡ് അടുത്ത ലോസ്. നോ പ്രോബ്ലം. അപ്പോ നമുക്ക് നോക്കാം, നമുക്ക് എത്ര ലോസ് ആയി നോക്കാം. ഒരു വിന്ന് ഇവിടെ, ഒരു വിന്ന്, ലോസ് കാണുന്നില്ലല്ലോ. ലോസ്, വിന്ന്, ലോസ്, 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 ലോസ്. ഓക്കെ, 4 അവറിലാണ്. 4 അവറിൽ നമുക്ക് മൂവിങ് ആവറേജ് ലാഗ് ചെയ്ത് നമ്മൾ ഇവിടെ എടുത്ത അതേപോലത്തെ സോറി ബൈ തന്നെ നമുക്ക് ഇവിടെ സെല്ല് എടുത്തു. പക്ഷെ ഇവിടെ ബൈ എടുക്കാം. മൂവിങ് ആവറേജ് ലാഗ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തു. ഒരു വലിയ എൻഗൾഫി ഉണ്ട് ഗൈസ്. നമുക്ക് രണ്ട് സെറ്റപ്പ് നോക്കാം. ഓക്കെ, ഒന്ന് ഇവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാം. മാർക്കറ്റ് ഇവിടെ എത്തുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് ഫസ്റ്റ് എൻഗൾഫിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് ഗൈസ്. യെസ്, മാർക്കറ്റ് ഇവിടെ എത്തി. നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുന്നുണ്ട് നമ്മൾ. 1:2 വെക്കട്ടെ. 1:2 വയ്ക്കുന്നുണ്ട്. ഈ ഒരു ഡോജി ഉണ്ടോ നിങ്ങൾ? ഈ ഒരു ഡോജി പ്ലസ് നമുക്ക് കോൺഫ്ലുവൻസ് ആയിട്ട് ഫിബിനാച്ചി ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ചും കൂടി താഴോട്ട് വരണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൈ മാത്രം വയ്ക്കാം. വല്ല കാൻഡിൽ ഫോർമേഷൻ ബുള്ളിഷ് എൻഗൾഫി വന്നാൽ നമുക്ക് എടുക്കായിരുന്നു. യെസ്, ബുള്ളിഷ് എൻഗൾഫി വന്നിട്ടുണ്ട് ഗൈസ്. ഈ എൻഗൾഫിയിൽ നമ്മൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ആണല്ലോ. ഓക്കെ, കോൺഫ്ലുവൻസ് ഇല്ല. പ്ലസ് നമുക്ക് മൂവിങ് ആവറേജ് കോൺഫ്ലുവൻസ് നോക്കിയാൽ മതി. നമുക്ക് ഒരു ഡേയിലിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ മൂവിങ് ആവറേജ് കറക്റ്റ് ആയിട്ട് അതിന് മുകളിലാണ് കാൻഡിൽസ്. പിന്നെ അത് മാത്രമല്ല 8 ലാഗ് ചെയ്യുന്നുണ്ട്. അയ്യോ, ഇത് 1:2 കേട്ടോ. സെക്കൻഡ് 1:2 വെക്കട്ടെ. 1:2 അല്ലെ, ഇതും 1:2. രണ്ട് ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മൾ.
ഏതെങ്കിലും ഒരു ട്രേഡ് ഓ ഗംഭീർ എൻഗൾഫി ആണല്ലോ ഗൈസ്. കണ്ടോ ഈ എൻഗൾഫിലൊക്കെ നമുക്ക് കയറാം. ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, നല്ല സ്ട്രോങ് എൻഗൾഫി കയറുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടി പി അടിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ, പക്ഷെ ആദ്യത്തെ ട്രേഡ് അല്ല, രണ്ടാമത്തെ ട്രേഡ് ടി പി അടിച്ചു. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ഈവൻ ചെയ്ത് കളയാം. കാരണം ഇതിന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് ഓക്കെ. യെസ്, അപ്പോ ഈ ട്രേഡ് ലോസ് ആയി, ഈ ട്രേഡ് വിൻ ആയി. ഓക്കെ, മതി. നമുക്ക് ഡേയിലിട്ട് നോക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ഓരോ കറൻസികളിൽ ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കോൺഫിഡൻസ് ഉണ്ടാവും എത്ര വിന്നിംഗ് റേഷ്യോ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് പേരുകൾ സെലക്ട് ചെയ്യുക, അതിൽ സിങ്ക് ട്രേഡ് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിം എൻട്രീസ് എടുക്കുക, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ട്രേഡുകൾ മാത്രം എടുക്കുക. എന്നാൽ തന്നെയാണ് guys ഇത് വർക്ക് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ചവറ കയറിയിട്ട് എല്ലാ ഇതിലും കാണുന്നതിലൊക്കെ എൻഗൾഫിയിൽ ഇതിലൊക്കെ കയറിയിട്ട് എവിടെ ജെ പി കാഡ് ജെ പി ഇതിലൊക്കെ കയറിയിട്ട് ഒരു 5 ഓപ്പൺ ട്രേഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഫോറക്സിൽ കോറിലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ ആ ട്രാപ്പിൽ നിങ്ങൾ പെടും. മനസ്സിലായോ? നമുക്ക് ഫിബിനാച്ചി കോൺഫ്ലുവൻസ് നോക്കാം. ഓക്കെ, ഏകദേശം ഈ ലെവലിൽ നമുക്കൊരു എൻട്രിക്കുള്ള സാധ്യത, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട്. യെസ്, ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്തു. നമുക്ക് അടുത്ത 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 സെല്ലിനുള്ള ചാൻസസ് കൂടുതലാണ് ഗൈസ്. ഇതിൽ നമുക്ക് നോക്കാം. ഒരു എൻഗൾഫി വരട്ടെ. ഓക്കെ, ഇത് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. നമുക്കത് കണ്ട ഒന്നുകൂടി സ്ട്രോങ് സാധനം വരട്ടെ. ഒരു പിൻ ബാർ. യെസ്, ഈ പിൻ ബാർ ഈ എൻഗൾഫിൽ നമ്മൾ വീണ്ടും ഒരു സെൽ എൻട്രി എടുത്തിട്ടുണ്ട് ഗൈസ്. 1:2, 1:2. നമുക്ക് നേരത്തെ ഇവിടെ പറ്റി മിസ്റ്റേക്ക് കൂടെ പറ്റണ്ട. ഓക്കെ, അമ്പ അത് ലോസ് ഗൈസ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ട്രെൻഡ് നൈസായിട്ട് റേഞ്ച് ആണെന്ന് തോന്നുന്നു ഗൈസ്. അല്ല അല്ല അല്ല, ട്രെൻഡൊക്കെ ഓക്കെയാണ്. ഓക്കെ, സ്റ്റിൽ ഇത്ര ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. കാരണം നമുക്ക് അടുപ്പിച്ചൊന്നല്ലല്ലോ ലോസ്, 1:2 ആണ് എപ്പോഴും നമ്മൾ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. മാർക്കറ്റ് ട്രെൻഡായിരുന്നു, മാർക്കറ്റ് ബ്രേക്ക് ആയി, വീണ്ടും ഈ ഹൈനെ കട്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്ലസ് മാർക്കറ്റ് ഡെയിലി മാർക്കറ്റ് ഒരു ബെസ്റ്റ് ഡൗൺ ട്രെൻഡിലാണ്. നമുക്ക് ഈ സപ്പോർട്ടൊന്നും മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യതകളില്ല. നമുക്ക് മൂവിങ് ആവറേജ് ഓൺ ആക്കാം, എന്നിട്ട് പ്ലേ ചെയ്യാം. ആഹാ, ട്രെൻഡ് ബ്രേക്ക് ചെയ്ത് ഇപ്പുറത്തെ ഹൈയിലോട്ട് എത്തി. ഓക്കെ, ഇവിടെ നമ്മുടെ സ്ട്രോങ്, ഇതിന്റെ മുന്നത്തെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ വന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അതോ റിജക്ഷൻ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. യെസ്, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല ഗൈസ്. യെസ്, മാർക്കറ്റ് എന്തായി, അവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് ഇതിലൊരു സെൽ ഓഫർ എടുക്കാനുള്ള. യെസ്, എൻഗൾഫി മൂവിങ് ആവറേജ് ലാഗ് എല്ലാ പരിപാടിയും ഉണ്ട് ഗൈസ്. പ്ലസ് ബ്രേക്ക് ആൻഡ് അടിയിലോട്ടാണ് അത് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇത് ഡേയിലാണ് എൻട്രി. ഓക്കെ, 4 അവറിലും മാർക്കറ്റ് റിജക്ഷൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കമോൺ, എന്തുകൊണ്ട് ആ അമ്പോ ലോസ്. നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് എത്ര ലോസ് ആയി കൈസ് അടുപ്പിച്ച്? 1, 2, 3, 4, അയ്യോ 5, 5 ലോസ്. 5% പോയി, ഇത്ര ഉള്ളൂ. അയ്യോ, അവസാനം നമുക്ക് എണ്ണി നോക്കാം എത്ര ലോസ് ആയി എത്ര വിന്നായി.
വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നു ഗൈസ്. 1 മണിക്കൂറൊക്കെ ആവുമെന്ന് തോന്നുന്നു. ബാക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. ഞാൻ അഗെയിൻ ഇതിലൊരു സെല്ല് നോക്കാൻ പോവാണ് ഗൈസ്. കാരണം നമുക്ക് ചിലപ്പോൾ ഇത് എന്താ പറയാ, റൂട്ട് തന്നെ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ. നമുക്ക് നോക്കാം. മാർക്കറ്റ് ബ്രേക്കിംഗ് ആണ്. ബ്രേക്ക് ആവുന്നില്ല. നമുക്ക് ബ്രേക്ക് ആയാലും നമുക്ക് ഈ രണ്ട് സോണുകൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഇതിൽ എവിടേക്കാലൊക്കെ പോകും. നമുക്ക് നോക്കാം ഗൈസ്. നമ്മള് ഓക്കെ, നമ്മൾ ഈ ഒരു ഈ ഒരു ക്രോസ് ഓവറിലും ലാഗിലും നമ്മൾ ഒരു എൻട്രി എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഡേലാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിയ വലിയ സ്റ്റോപ്പ് ലോസ് ആണ് വയ്ക്കുന്നത്. നോ പ്രോബ്ലം ഗൈസ്. സ്റ്റിൽ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അമ്പ. അപ്പോ അടുത്ത ന്യൂസ് വന്നു ഗൈസ്. ഒരു പ്രശ്നമില്ല നമുക്ക്. ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് കൺഫർമേഷൻ ഉണ്ടാവും. എൻഗൾഫി ഉണ്ടാവും. ബൈ എടുക്കാം. ദാ എൻഗൾഫിൽ ബൈ എടുത്തോ ഗൈസ്. ധൈര്യമായിട്ട് എടുത്തോ. ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ആണ്. മുകളിലോട്ട് തന്നെ കൊണ്ടുപോവുക ഗൈസ്. സംഭവം പക്ഷേ നമുക്ക് ഇത്ര അധികം ലോസ് ആട്ടോ, നിങ്ങൾ ആലോചിക്കണം. ഫുൾ ലോസാ. എന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കും. നോക്കിക്കോ നിങ്ങള്. പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട് അവിടെ. കുറച്ച് സ്പീഡ് കൂട്ടിട്ടാലോ. എന്താ ഇത് ടി പി അടിക്കാതെ. ഓക്കെ, ഇനി നമുക്ക് എന്താ, നമ്മുടെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെ. മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ആവുമല്ലോ. ഇപ്പൊ എത്ര ട്രേഡ് ആയി നമുക്കൊന്ന് എണ്ണി നോക്കാം. നമുക്കൊരു സെറ്റ് ട്രേഡ് എടുത്ത് നോക്കണം ഗൈസ്. എന്നാലും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ പ്രോഫിറ്റിലാണോ ലോസ് ആണോ. 12 ട്രേഡെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 15 ട്രേഡുകൾ എടുത്തു കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ തൊട്ടാണ് നമ്മൾ ട്രേഡുകൾ എടുക്കുക തുടങ്ങിയത്. ഇവിടെ തൊട്ട് അല്ലേ. നമുക്ക് ആദ്യം ലോസസ് എണ്ണാം. ഒരു ലോസ്. ഓക്കെ, അഗെയിൻ ലോസ് ആണോ വിന്നാണോ? യെസ്, വിന്നാണ് ഗൈസ്. സോറി. അഗെയിൻ ഒരു ലോസ്. ഒന്ന്, അടുത്തത് രണ്ട്, അടുത്ത ലോസ് ഇവിടെ, അടുത്ത ലോസ് ഇവിടെ, അടുത്ത ലോസ് ഇവിടെ, അടുത്തൊരു ലോസ് ഇവിടെ ഉണ്ട് അല്ലെ. ഇവിടെ കുറെ ലോസ് ആണല്ലോ ഗൈസ് നമുക്ക്. എന്താല്ലേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഗൈസ്, ഫുൾ ലോസ് ആയിരിക്കും. കുറച്ച് വിന്നേക്ക് കിട്ടുള്ളൂ. പക്ഷെ അതിൽ നമ്മൾ പിടിച്ചിരിക്കാൻ പറ്റണം. മനസ്സിലായി. ഇവിടെ ഒരു ലോസ്. ടോട്ടൽ ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലോസ് ആയി നമുക്ക് അറിയണമല്ലോ. ഇവിടെ ഒരു ലോസ്. ഓക്കെ, അപ്പൊ
1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ലോസ് ആണ് ഗൈസ് നമുക്ക്. ഓക്കെ, 10 ലോസ്. ഇനി നമുക്ക് എത്ര വിൻ ഉണ്ട് നോക്കാം അല്ലേ. ഇവിടെ നോട്ട് കാൽക്കുലേറ്റ്, അല്ല ഇവിടെ നോട്ട് കാൽക്കുലേറ്റ് ഉണ്ട്, അവിടെ നോട്ട്, അവിടെ നിന്നാണ് ചെയ്ത് തുടങ്ങി, അവിടെ നോട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. വീഡിയോ ഭയങ്കര ലെങ്ത് ചെയ്തിട്ടുണ്ടാവും ഗൈസ്. ഇതൊന്ന്, ഇതൊരു വിന്ന്, രണ്ട്, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, 9 വിൻ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോ നോക്കി നോക്ക്, നമ്മള് 1:2 ആണ് ചെയ്തിരുന്നത് അല്ലെ. 18% നമ്മൾ പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിന്നിങ് ട്രേഡുകൾ നോക്കുകയാണെങ്കിൽ 18% കാശ്. ഇപ്പോ ഞാനത് നമുക്ക് 9 വിന്നും 10 ലോസസ് ആണ് ഗൈസ് ഈ സെറ്റപ്പിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റ് ആണ് ഗൈസ്. മനസ്സിലായോ? അപ്പോൾ ഇത്രേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ, ഇതിനും നല്ല ഫിൽട്ടർ ചെയ്ത്, ഇപ്പൊ ഞാൻ ചറവറാന്ന് വെറുതെ എന്താ പറയാ നമ്മുടെ കൺസെപ്റ്റ് നോക്കിയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടാണ്. ഇതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ സെയിം സെറ്റപ്പ് ഗൈസ്, അത് നിങ്ങൾക്ക് എന്താ പറയാ, ഇനിയിപ്പോ ഞാൻ അടുത്ത വീഡിയോയും ചെയ്യാം. നമുക്ക് യൂറോ USD മാറ്റിയിട്ട് വേറെ GBP USDയോ ഏത് പേര് വേണമെങ്കിലും നിങ്ങൾ പറയുന്ന നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ കോൺഫിഡൻസ് ആവുക. ഈ സ്ട്രാറ്റജി മൂവിങ് ആവറേജ് 8ഉം 21ഉം യൂസ് ചെയ്യുക കോൺഫ്ലുവൻസിന്, പ്ലസ് ഫിബിനാച്ചി കോൺഫ്ലുവൻസ് യൂസ് ചെയ്യുക. ഈ ലെവൽസ് നോക്കുക, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക, എൻഗൾഫി നോക്കുക. എൻട്രിക്ക് മുന്നേ 4 hour നോക്കാം, ഡേയിൽ നോക്കാം. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. നല്ല കൺഫർമേഷൻ നോക്കിയിട്ട് ഇപ്പൊ വീക്ക്ലി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഹോൾഡ് ചെയ്യാനുള്ള എന്താ പറയാ മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഡേയിലൊക്കെ എൻട്രി എടുക്കുന്നതാണ്. ഡേയിലൊക്കെ കാൻഡിൽ കൺഫർമേഷൻസ് അല്ലെങ്കിൽ ഡോജീസ് ഒക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ട്രെൻഡ് ലൈൻ വരയ്ക്കുക. ഇതിലിപ്പോ ഞാനിപ്പോ ഇതില് ട്രെൻഡ് ലൈൻ ഒന്നും വരച്ചിട്ടില്ല. അപ്പൊ ട്രെൻഡ് ലൈൻ ഒക്കെ കൂടുതൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി വിന്നിംഗ് റേഷ്യോ കൂട്ടാൻ പറ്റും ഇതിൽ. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്ന് വിന്നിംഗ് റേഷ്യോയിലൊന്നും ഒരു കഥയില്ല ഗൈസ്. കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ ട്രേഡിലും സെയിം റിസ്ക് ചെയ്യുക. ഒരു സെറ്റ് ട്രേഡ് എടുക്കുക, ക്ലോസ് ചെയ്യുക, നെക്സ്റ്റ് സെറ്റ് ട്രേഡ് എടുക്കുക, ഒരു 20 ട്രേഡ് എടുക്കുക, ഒരു 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക 2.5 മാസം കൊണ്ടോ നിങ്ങൾ ട്രേഡ് ചെയ്യുക. 1%, പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ 2%, എന്താ പറയാ ടോപ്പ് ഫേം ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1%-ന് ബിലോ റിസ്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. 1:2 റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് 1:2 നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ അത്യാവശ്യം ഇതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് 1:4, 1:5, 1:3 വരെയൊക്കെ പോകുന്ന സെറ്റപ്പുകളാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി പ്രോഫിറ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1:2 മാത്രം ചെയ്താൽ മതി. അപ്പോ എന്താ പറയാ ലോസസ് ഉണ്ടാവും കാശ്. ഇപ്പൊ എന്റെ റിസൾട്ട് ഒക്കെ നോക്കി എനിക്ക് കംപ്ലീറ്റ് ലോസ് ആണ്. പക്ഷെ നമ്മൾ എന്നാലും വിഡ്രോലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് മണി മാനേജ്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ സ്ട്രാറ്റജി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ലാപ്പ് പെർഫോം. അപ്പോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. കാൻഡിൽസ്റ്റിക്സ് ബൈബിൾ വായിക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കോൺഫിഡൻസ് ആവുക. ഓവറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യണ്ട, അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. മനസ്സിലായോ? അത്യാവശ്യം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുക, അത് മതി. അതിൽ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയാ ചെറിയ ചെറിയ ലോട്ട് സൈസ് ഇട്ടിട്ട് ട്രേഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താ പറയാ ജേണൽ ചെയ്യുക. എല്ലാ എടുക്കുന്ന ട്രേഡുകളും എഴുതി വെക്കുക ബുക്ക് എടുത്തിട്ട്. ഓക്കെ, അതൊക്കെ ചെയ്താൽ മതി ഗായ്സ്. ഇതിപ്പോ 1.5 മണിക്കൂറിന്റെ വീഡിയോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ശരി ഗായ്സ്, ഹാപ്പി ട്രേഡിങ്. നമുക്ക് അടുത്ത പെയറിൽ ഇതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യാം ഗായ്സ്. ഓക്കെ.